ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന റോഡ്, അതായത് തൃശ്ശൂരിലെ പാതാഴക്കുണ്ട് ഡാം എന്ന സ്ഥലത്തേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ ഡാമിലേക്കാണോ പോകണമെന്ന് ചോദിച്ചാൽ ഡാമിലേക്ക് പോവാം. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഈഡൻ വാലി റിസോർട്ടും നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതാണ് പാതാഴക്കുണ്ട് ഡാം. അപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂരിലേക്ക് പോകുമ്പോൾ ഒരു റൈറ്റ് ടേൺ ഒന്ന് എടുക്കും. അത് പൂമല എന്ന സ്ഥലത്തേക്ക് വരും. അപ്പോൾ അവിടെയാണ് ഈ പാതാഴക്കുണ്ട് ഡാം ഉള്ളത്. ഈ പൂമല സ്ഥലത്ത് പൂമല ഡാം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്, പക്ഷേ റിസോർട്ട് അതിൻ്റെ അടുത്തല്ല. നമ്മൾ കാണുന്ന ഈ ഈഡൻ വാലി റിസോർട്ട് പൂമല സ്ഥലത്ത് പാതാഴക്കുണ്ട് ഡാം എന്ന് പറയുന്നതാണ്. ഇതൊരു ചെറിയൊരു ഇറിഗേഷൻ ഡാമാണ്. അപ്പോൾ ഈ ഡാമിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ റിസോർട്ട്. അപ്പോൾ ഇത് ഈഡൻ വാലി ലേക്ക് വ്യൂ എന്ന് പറയും, പക്ഷെ ഇത് ലേക്ക് വ്യൂ അല്ല, ശരിക്കും ഡാം വ്യൂ ആണ്. അപ്പം നമ്മളങ്ങനെ റിസോർട്ടിനകത്ത് കടന്നു. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഭയങ്കര വെൽ മെയിൻറ്റെയിൻഡ് ആണ്, ഭയങ്കര ഗ്രീനാണ്, നേച്ചർ ഫുള്ളായിട്ടുണ്ടാവും, പിന്നെ സീനറിയും അടിപൊളിയാണ്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ കാണുന്നതാണ് റിസപ്ഷൻ്റെ തൊട്ടടുത്ത് തന്നെ ഡൈനിങ് ഹോൾസും ഉണ്ട്. ഇപ്പോൾ ഈ റിസോർട്ടിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഓരോ ലെവലായിട്ടാണ്. അതായത് നമ്മൾ റോട്ടിൽ നിന്ന് ഡാമിൻ്റെ സൈഡിലേക്ക് കരയോരത്തായിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഡൈനിങ് ഹാൾ ഏരിയയുടെ ഔട്ട്ഡോർ ഡൈനിങ് ഹാൾ. ഇത് ശരിക്കും ഒരു ചെറിയൊരു പാർട്ടി ഹാള് പോലെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ഉള്ളിലായിട്ടുള്ളത് ഇതാണ് ഇൻഡോർ ഡൈനിങ് ഹാൾ. സോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെയാണ് സെർവ് ചെയ്യുക. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഓരോ ലെവലായിട്ടാണ് ഈ റിസോർട്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കടന്നപ്പോൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് റിസപ്ഷൻ ഒരു ലെവലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പൂളിൻ്റെ അവിടെ ഒരു ലെവലുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ടാണ് നിങ്ങൾ കാണുന്ന റൂംസ്. അപ്പോൾ ഇതാണ് പൂളൊരു വലിയ പൂളല്ല, ഭയങ്കരമായിട്ട് സ്വിമ്മും ഡൈവൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ 4-5 പേർക്ക് സുഖമായിട്ടിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലം. ഇത് ഇവിടെ ഉള്ള റൂംസിൽ ഒരു ടൈപ്പ് ഓഫ് റൂംസാണ് ഗ്ലാസ് റൂംസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഉള്ള റൂംസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, എല്ലാ റൂംസും ഡാം ഫേസിംഗ് ആണ്, ഡാം അല്ലെങ്കിൽ ലേക്ക് ഫേസിംഗ് ആണ്. അപ്പോൾ രാവിലെ എണിച്ചതും നമുക്ക് കണ്ണിൽ കാണാൻ കിട്ടുന്നത് ഈ വ്യൂ ആണ്. വേറൊരു അതായത് ഈ റൂംസിൻ്റെ അടുത്തായിട്ട് തന്നെ ഫങ്ഷനൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇവിടെ ആക്ച്വലി കുറേ മാരേജും എൻഗേജ്മെൻറ്റ്സും അങ്ങനത്തെ ഫങ്ഷനൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്കൊരു വലിയൊരു ഔട്ട്ഡോർ സെറ്റിംഗ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഈ സ്പേസ് യൂസ് ചെയ്യും. ഇപ്പോൾ ഈ റൂംസ് നമ്മൾ ആ അറ്റത്തുനിന്ന് വേറൊരു അറ്റത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ റൂംസും ഒരേ ലെവലിലാണ്. അവിടെ നിന്നെല്ലാം ഈ ഡാമിനെ ഫേസ് ചെയ്യുന്ന വ്യൂ ആണ്. ഇത് ശരിക്കും കോട്ടേജസ് എന്ന് പറയും. അതൊരു ടൈപ്പ് ഓഫ് റൂമാണ്. അപ്പോൾ നമ്മൾ മേലെ നിന്നാണ് ഇവിടെ ഇറങ്ങി വന്നത്. അപ്പോൾ ഇത് റൂംസിൻ്റെ ലെവലിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ റൂംസിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 സ്റ്റാർ ഫെസിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യണത്. അപ്പോൾ ഒരു 3000+ വരും. പിന്നെ ഫുഡ് ഇതെല്ലാം ഇവിടെ തന്നെ അവർ അറേഞ്ച് ചെയ്യും. റൂമിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വ്യൂ ആണിത്. ഇത് ശരിക്കും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ രാവിലെ ആയാലും ശരി, വൈകിട്ടായാലും ശരി, നമുക്ക് ഈ വെള്ളത്തിൻ്റെയും ആ ലേക്കിൻ്റെയും ആ വ്യൂ കാണാൻ പറ്റും. പിന്നെ സൂര്യനൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവും. അപ്പോൾ അതിന് പറ്റിയൊരു സ്ഥലമാണിത്. അപ്പോൾ ഈ റിസോർട്ടിൽ എത്ര ദിവസത്തിന് വരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒരു നൈറ്റിൻ്റെ ഇത് മതിയാവും. നിങ്ങൾ ഫാമിലിയായിട്ട് ഒരു ഉച്ചയൊക്കെ വന്ന് ചെക്ക് ഇൻ ചെയ്ത് രാത്രി ഡിന്നറൊക്കെ കഴിച്ച് എൻജോയ് ഒക്കെ ചെയ്ത് രാവിലെ എണീച്ച് വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് വിടാം. അപ്പോൾ ഒരു ദിവസം മതിയാവും. മാക്സിമം ഒരു 2 നൈറ്റ്സിൻ്റെ സ്റ്റേ കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് കാണാൻ പോണത് റൂംസിൻ്റെ, നിങ്ങൾ മേലെ കാണുന്നതാണ് റൂംസിൻ്റെ ലെവൽ. അവിടെ നിന്നൊരു ലെവൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നടക്കുന്നൊരു വഴിയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് താഴത്തേക്ക് ഡാമിൻ്റെ അടുത്ത്, വെള്ളത്തിൻ്റെ അടുത്ത് വരെ പോകാനുള്ള ഒരു ഒന്നും കൂടി ഒന്ന് ഇറങ്ങി പോകാം. അപ്പോൾ ഇവിടെ ഒരു ഫെൻസ്ഡാണ്. ആ ഫെൻസിലൊരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ ഗേറ്റ് തുറന്ന് നമ്മൾ താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാമിൻ്റെ അടുത്തിരുന്നിട്ട് നമുക്ക് വ്യൂ എൻജോയ് ചെയ്യാം. അപ്പോൾ ഈവനിങ് ആയാലും മോർണിംഗ് ആയാലും ഇവിടെ വന്ന് നിന്നാൽ തന്നെ ഒരു പ്രത്യേകതരം പീസ് കിട്ടും. അപ്പോൾ ശരിക്കും തൃശ്ശൂർ അല്ലെങ്കിൽ അടുത്തുള്ള ഡിസ്ട്രിക്ട്സിൽ നമുക്കൊരു നൈറ്റിന് റിലാക്സ് ചെയ്തിട്ട് വന്ന് പോകാനുള്ള പറ്റിയ ഒരു ബെസ്റ്റ് സ്ഥലമാണ്. ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾ ബാക്കിയുള്ള റിസോർട്ടിലിരുന്നാലും ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഈ കൊച്ചു വീഡിയോ, ഈ റിസോർട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലെ വേറെ വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.